ഹേ സിനിഫിൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പൃഥ്വിരാജിൻ്റെ അപ്കമിങ് മൂവീസിനെ പറ്റിയാണ്. ആദ്യത്തെ ചിത്രം നമ്മുടെ ഐ നോബിഡിയാണ്. ചിത്രം ഈ വരുന്ന ജൂലൈ 9 റിലീസിനെത്തുന്നത്. നമ്മുടെ നിസാം ബഷീറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ ചിത്രം, അതായത് നമ്മുടെ നിസാം ബഷീർ, റോഷാക്ക്, കെട്ടിയോളാൻ മാലാഖയൊക്കെ ചിത്രം ചെയ്തതാണ്. അപ്പോൾ ഏറെ പ്രതീക്ഷമുള്ളൊരു ചിത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്ത ചിത്രം നമ്മുടെ ഓണത്തിന് റിലീസ് ചെയ്യാൻ പോകുന്ന ഖലീഫയാണ്. ചിത്രം 2 പാർട്ടായിട്ടാണ് റിലീസ് എത്തുന്നത്. ഒന്നാമത് നമ്മുടെ പൃഥ്വിരാജാണ് മെയിൻ കഥാപാത്രം എത്തുന്നത്, നമ്മുടെ അമർ അലി. അപ്പോൾ ചിത്രത്തിൽ നമ്മുടെ ഗ്രാൻഡ് ഫാദറായിട്ട് എത്തുന്നത് നമ്മുടെ മോഹൻലാൽ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. സെക്കൻഡ് പാർട്ടിൽ അദ്ദേഹത്തിൻ്റെ കഥയാണ് പറഞ്ഞു വെക്കുന്നത്. ചിത്രം ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് നമ്മുടെ ഖലീഫ. കാരണം നമ്മുടെ ദുബായ്, പിന്നെ ലണ്ടൻ എന്നിവ സ്ഥലങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്ത ചിത്രമാണ്. എന്തായാലും നമുക്ക് ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പൃഥ്വിരാജിൻ്റെ ഒരു കിടിലൻ ലുക്കിലും സ്വാഗിലൊക്കെ നമുക്ക് കാണാം. അടുത്തത് പൃഥ്വിരാജിൻ്റെ ഒരു ബോളിവുഡ് ചിത്രമാണ്. നമ്മുടെ പൃഥ്വിരാജും കരീന കപൂർ എന്നിവരൊക്കെ അഭിനയിക്കുന്ന ചിത്രമാണ് ധൈറ. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ 18 നമ്മുടെ തിയേറ്ററിലേക്ക് എത്തുന്നതായിരിക്കും. പൃഥ്വിരാജ് ഒരു പോലീസ് ഓഫീസറായിട്ടാണ് ചിത്രത്തിൽ വരുന്നത്. എന്തായാലും നമുക്ക് ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി അടുത്ത എല്ലാവരും ഈ ഇത്രയും ലിസ്റ്റിലെ ഏറ്റവും കാത്തിരിക്കുന്ന ചിത്രമാണ് നമ്മുടെ ഒടിയൻ. നമ്മുടെ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഒടിയൻ. നമ്മുടെ മഞ്ജു വാര്യറും പൃഥ്വിരാജും മെയിൻ കഥാപാത്രങ്ങൾ എത്തുന്നു. ഒടിയനായിട്ടാണ് നമ്മുടെ പൃഥ്വിരാജ് എത്തുന്നത്. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ചിത്രത്തിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് ഏജ് ഓഫ് ഇലൂഷൻ എന്നുള്ള ടൈറ്റിലാണ് തന്നെയാണ്. എന്തായാലും ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. 2027 ഏറ്റവും മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി എന്ന് ഇപ്പോഴേ പറയാവുന്ന ഒരു ചിത്രമാണ് നമ്മുടെ SS രാജമൗലിയുടെ വാരണാസി. ചിത്രം നമ്മുടെ മഹേഷ് ബാബുവാണ് മെയിൻ ലീഡെങ്കിൽ പോലും പൃഥ്വിരാജാണ് വില്ലനായിട്ട് എത്തുന്നത്. കുംഭ എന്ന കഥാപാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ രാജമൗലി എന്നൊരൊറ്റൊരു പേര് മതി ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. വൻ പരിപാടികൾ തന്നെയാണ്, ഇപ്പോഴും ഷൂട്ടിംഗ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു ഒന്നൊന്നര ചിത്രം തന്നെയായിരിക്കും. എന്തായാലും നമുക്ക് പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തത് കുറച്ച് ഇതൊരു റൂമറായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പൃഥ്വിരാജും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു ചിത്രം. നമ്മുടെ മഞ്ജു വാര്യരായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ദ്രജിത്തൊക്കെ ഭാഗമാകുന്നൊരു ചിത്രത്തെ പറ്റി റൂമേഴ്സ് ഇടത്ത് റിപ്പോർട്ടുകളൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. എത്രമാത്രം സത്യം അതിൻ്റെ പിന്നിലുണ്ടെന്ന് നമുക്കറിയില്ല. കാരണം കുറേ ഇങ്ങനെ ഇന്ദ്രജിത്തും പൃഥ്വിരാജൊക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ വേറെ ചിത്രം വരുന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വെറും റൂമേഴ്സ് ആയിരുന്നു. എന്തായാലും ഈ ചിത്രം നടക്കട്ടെ. ഇനി അടുത്തത് നമ്മുടെ അസ്രയേലിനെ പറ്റിയാണ്. ചിത്രം എന്തായാലും വരുന്നതായിരിക്കും, L3 അസ്രയേൽ. അപ്പോൾ നമ്മുടെ മുരളി ഗോപി, നമ്മുടെ പൃഥ്വിരാജ് എല്ലാവരും അത് കൺഫേം ചെയ്തിട്ടാണ്. പക്ഷേ നമ്മുടെ പൃഥ്വിരാജ് ഈ കുറച്ച് സിനിമകളൊക്കെ കഴിഞ്ഞാലാണ് ഇതിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്കറിയാലോ, ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ വൻ പരിപാടികൾ തന്നെയാണ്. അപ്പോൾ അതിന് സമയം വേണം. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കൊടുത്തേ പറ്റൂ. ഒരു 2028 വേണ്ടി നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. എന്തായാലും ഇത്രയും ചിത്രങ്ങളാണ് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒരു ലൈനപ്പിലുള്ളത്. അപ്പോൾ എന്തായാലും ചിത്രത്തിനൊക്കെ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം.